കരിഞ്ഞു വെച്ചാൽ ഇന്ന് സ്ലിപ്പായാൻ പോകും. പ്രായമായവരൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഈ കിടക്കുന്നത് മൊത്തം വേസ്റ്റാണ്. ഇജാതി സംഭവം. മഴയൊക്കെ ആയി കഴിഞ്ഞ് ഏകദേശം ഒരു 3 ഗോപുരങ്ങളുണ്ടായിരുന്നു പറയുന്നത്. 3 ഗോപുരങ്ങളും പിന്നെ 4 കൊത്തളങ്ങൾ. കൊത്തളങ്ങൾ എന്ന് പറയുമ്പോൾ ആയുധങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ആയുധങ്ങൾ സൂക്ഷിക്കുക, പീരങ്കി, വെടിമരുന്നുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. തറയ്ക്കോട്ട് കയറ്റി വെക്കുകയാണ് കേട്ടോ. കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന് തൊട്ട് മുമ്പിൽ നിന്നോടെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിന്ന് ലൈറ്റ് ഹൗസ് ഒന്ന് കയറി കാണാം. അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. മുൻപ് ഈ ലൈറ്റ് ഹൗസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾമോസ്റ്റ് 2 വർഷം മുമ്പ് നമ്മൾ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ലൈറ്റ് ഹൗസ്, പിന്നെ അതേപോലെ തൊട്ടപ്പുറത്ത് ബ്രേക്ക് വാട്ടർ പാർക്ക്, പിന്നെ തങ്കശ്ശേരി കോട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് ഒരു വീഡിയോയിൽ എടുക്കണമെന്നുള്ള ഒരു ഐഡിയയിൽ ഞാൻ വന്നു. പക്ഷേ ബ്രേക്ക് വാട്ടർ ഇവിടെ ഓഫാണ്. അതായത് ഓഫല്ല, അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്, ഈ കുരുമുട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് വാട്ടറിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. മെയിൻ എൻട്രൻസ് ക്ലോസ് ആണെങ്കിലും കുഴപ്പമില്ല. ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. നമ്മൾ കണ്ടതാണ് കുറച്ച് മുമ്പ്. അതുവഴി തന്നെ ഒരു പാസേ ഉണ്ട് അതിൻ്റെ സൈഡിലൂടെ. ഇവിടുത്തെ ടൈമിങ് ഇതാണ് കേട്ടോ. ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ആൾക്കാർ വായിച്ചോണം. ഓക്കെ. ഈ ബോർഡ് വെക്കണ്ടോ? സ്നാക്സ് ഒക്കെ വിൽക്കുന്ന ഒരു ചെറിയ ഷോപ്പാണ്. നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഇതേപോലെ ആയിരുന്നു. അങ്ങോട്ട് സ്റ്റെപ്പ് കയറിപ്പോയി, പിന്നീട് തിരിച്ചിറങ്ങിയത് നമ്മുടെ ലിഫ്റ്റ് വഴിയാണ് ഇറങ്ങി വന്നത്. ഇറങ്ങി ടോപ്പിലെത്തി നടന്ന് കയറിക്ക് വന്ന് നന്നായിട്ട് അണയ്ക്കുന്നുണ്ട്. വലിയ അബദ്ധമായി പോയി. മറ്റേ എലിവേറ്റർ വഴി കയറിക്ക് വന്നാൽ മതിയായിരുന്നേ. അതെല്ലാം സ്റ്റെപ്പ് കയറി വന്നത് വലിയൊരു മണ്ടത്തരമായി പോയി. നമ്മുടെ അറബിക്കടലിൽ വളരെ വിശാലമായൊരു വിഷ്വലാണ് നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണുന്നത്. വെയിലൊക്കെ അടിക്കുന്നതുകൊണ്ടേ അതിൻ്റെ ഗ്ലെയർ വന്ന് ഈ വെള്ളത്തിലടിച്ച് നന്നായിട്ട് ഗ്ലെയർ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഒരു വിഷ്വലൊക്കെ ഒരുമാതിരി പുകഞ്ഞിരിക്കുകയായിരിക്കും കേട്ടോ. കുറേയേറെ ഫൈബർ വള്ളങ്ങളൊക്കെ അത് ഒടുങ്ങി പോകുന്നുണ്ട്, മത്സ്യബന്ധന വള്ളങ്ങളെ. അന്യായ വിഷ്വലാണ് കേട്ടോ. അത് നമുക്ക് അങ്ങ് ഏറ്റവും തിരുമുല്ലാവാരം ഏരിയ കാണാൻ പറ്റും. പിന്നെ ഇത് എന്താണ്, ഇതൊരു ആംഗ്ലോ ഇന്ത്യൻ സ്കൂളാണ്. സ്കൂളിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയല്ലോ. പേര് ഞാൻ എന്താണ് ഓർക്കും പറയും. ഇവിടെ എല്ലാം റെസിഡൻസ് ഏരിയ ആണ്. തെങ്ങുകൾ കണ്ടോ, എന്നാ ഭംഗിയാണെന്നൊക്കെ. ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് കോസ്റ്റൽ ഗാർഡിൻ്റെ റഡാറാണ് കേട്ടോ. കോസ്റ്റൽ ഗാർഡിൻ്റെ ആണ്. പുലിമുട്ട് കണ്ടില്ലേ, എന്നാ ഭംഗിയാന്ന് നോക്കി. സ്പേസ് കിടക്കുന്നുണ്ട്, നല്ല രസമുണ്ടല്ലേ. ബ്രേക്ക് വാട്ടർ ഭാഗത്ത് കുറേയേറെ ഫൈബർ വള്ളങ്ങൾ, കുറേ ബോട്ടുകൾ കിടക്കുന്നു. പിന്നെ അകലെ കാണാം എന്താണ് അതിൻ്റെ പേരെന്താണ്, നമ്മുടെ കൊല്ലം പോർട്ട്. ഇതിൻ്റെ മുകളിലാണ് ഇതാണ് നമ്മുടെ ലൈറ്റ്. അതേ സത്യത്തിൽ അതൊരു ലെൻസാണ് കേട്ടോ. ഇതങ്ങാണ്ട് 28 കിലോമീറ്റർ ദൂരം വരെ അതിൻ്റെ പ്രകാശമോ ഇത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ കൈ ഉയർത്തി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എൻ്റെ ഡിസ്പ്ലേയിലോട്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ വീഡിയോ കിട്ടിയാൽ കൊള്ളാം. നല്ല പച്ചപ്പാണ് കേട്ടോ. കൊല്ലം ടൗണാണ് ആ കാണുന്നത് മൊത്തം. അവിടെ ഒരു ചർച്ച് കാണാം. ആ ചർച്ച് ഏതാണെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. ആ സ്കൂൾ വീണ്ടും കാണാം കേട്ടോ. ആ സ്കൂൾ ഞാൻ അതാണ് ഞാൻ കൈ ചൂണ്ടി കാണിച്ചില്ലേ, അതാണ് സ്കൂൾ. അത് ഇൻഫൻറ്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളാണത്. ബ്രേക്ക് വാട്ടർ
പാർക്കുമായി ബന്ധപ്പെട്ടേ അത് കുറേയേറെ സംവിധാനമുണ്ട്. അവിടെ ചെറിയൊരു പാർക്കുണ്ട്. പിന്നെ അവിടെ ആൾക്കാർ കുറേയേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. കുട്ടികൾക്കെല്ലാം കളിക്കാനുള്ള കുറച്ച് ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. പക്ഷെ ഇപ്പോഴും അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നേരത്തെ അതുവഴി ആ പുലിമുട്ടിൻ്റെ എൻഡ് വരെ പോകാൻ പറ്റുമോ? ഞാനങ്ങനെ എൻ്റെ വരെ പോയതാണ്. നമ്മളന്ന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ആ ഒരു വീഡിയോ. പിന്നീട് അറിയാൻ കഴിഞ്ഞത് അത് അങ്ങോട്ട് ആൾക്കാരെ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അത് ഗേറ്റെല്ലാം ക്ലോസ് ചെയ്ത് അവിടെ ഒരു ചെറിയ ടവർ പോലെ കണ്ടോ? ആ ടവർ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് ചെല്ലുമ്പോഴാണ് അവിടെ ഒരു ഗേറ്റ് കാണുന്നത്. ആ ഭാഗത്ത് എൻ്റെ വീടിൻ്റെ ആ ഭാഗത്ത് അവർക്ക് ഗേറ്റുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആൾക്കാരെ ഇനി അങ്ങോട്ട് കയറ്റി വിടുമെന്ന് എനിക്കറിയത്തില്ല. കയറ്റി വിട്ട് കഴിഞ്ഞാൽ അങ്ങേ അറ്റം വരെ പോകാനുള്ള ഒരു ദൂരമുണ്ട്. അത് ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ പുലിമുട്ടിനെ. ഒരു 3/4 മണിക്കൂർ നമ്മൾ നടക്കണം. ഒരു വൈബാണ്. അങ്ങേ അറ്റം ചെല്ലുമ്പോൾ കുറേയേറെ മരങ്ങളൊക്കെ ഉണ്ട്. ടെട്രാപോഡുകളും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങേ അറ്റം ഇങ്ങനെ അടുക്കിയിട്ടുണ്ട്. വലിയ പാറക്കല്ലുകൾ. അപ്പോൾ അതിനിടയ്ക്ക് ഉയർന്നു നിൽക്കുന്ന കുറച്ചേറെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കാനൊക്കെ നല്ല വൈബസ് ഒരു സ്പോട്ടാണ്. നല്ല രസമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊക്കെ വരും കേട്ടോ നമ്മുടെ കൊല്ലം ബീച്ച്. ഓൾമോസ്റ്റ് കറക്റ്റ് ഒരു ഓപ്പോസിറ്റ് അല്ല എങ്കിലും അവിടെ നിന്ന് നമ്മുടെ പോർട്ട് കുറച്ചും കൂടെ അടുത്ത് ക്ലോസിൽ കാണാൻ പറ്റും. ഒരു ഡോർ കണ്ടോ? സ്ട്രോങ് ആയ ഡോറാണ്. ഇത്രയാണ് കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ മുകളിലുള്ള വിഷല്. നമ്മൾ മുൻപൊരു വീഡിയോ ഇതിൻ്റെ മുകളിൽ നിന്ന് ചെയ്തതിൻ്റെ പേരിൽ ഇതിനെ കൂടുതൽ നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് അതിൻ്റെ നല്ലൊരു ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അടിപൊളി ഒരു വൈബാണ്. നല്ല കാറ്റുണ്ട്. പിന്നെ പേടിക്കണ്ട. ഇതാണ് നമ്മൾ ഒരാൾ പൊക്കത്തിൽ ഇങ്ങനെ ഒരു എന്താണ് ഒരു വേലി പോലെ സംഭവം. രസമാണ്. ആൾക്കാർ കയറി വരുന്നുണ്ട്. ധാരാളം ആൾക്കാരൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ കയറി വരുന്നുണ്ട്. വൈകുന്നേരമായി. ഓൾമോസ്റ്റ് ഒരു 3 മണിയൊക്കെ ആയി കേട്ടോ. 3 മണിയൊക്കെ അതിൻ്റെ പേര് ധാരാളം കുട്ടികളും ഫാമിലിയൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. താഴോട്ട് ഇറങ്ങണം കേട്ടോ. ഈ സ്റ്റെപ്പ് നല്ല സ്ലോപ്പിൽ കിടക്കണം കേട്ടോ. ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ പണി പറ്റും. ഞാൻ അതിങ്ങോട്ട് പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഒരു ലൈറ്റിൻ്റെ ഒരു ദൂരപരിധി ഞാൻ 23 കിലോമീറ്റർ 28 കിലോമീറ്റർ ആണോ ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് 46 കിലോമീറ്റർ ദൂരം വരെ അതിൻ്റെ ഈ പ്രകാശം ചെല്ലും. 6 മണിയാകുമ്പം ഈ ലൈറ്റ് പ്രകാശിപ്പിക്കും. ഓക്കെ. ഇവിടെ ഇറങ്ങുമ്പോഴാണ്ട് ഇങ്ങനെ ഇറങ്ങാവുന്നുണ്ട്. കാലിങ്ങനെ വെച്ചാൽ ഇറങ്ങാവും കേട്ടോ. ഇങ്ങനെ വെക്കണം. നമ്മൾ അറിയാതെ കാലിങ്ങനെ വെച്ചാലുണ്ടല്ലോ, കാലിങ്ങനെ വെച്ചാൽ ഇങ്ങനെ സ്ലിപ്പായാൻ പോകും. പ്രായമായവരൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. കണ്ടോ കൈവെള്ളം ഉണ്ടോ? നമ്മൾ ഇത്രയും ഭാഗം പാത നിൽക്കാനുള്ള സ്ഥലമുള്ളൂ. കയറിപ്പോകുമ്പോഴേ ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഇത്രത്തോളം കാല് വെക്കാൻ പറ്റും. മനസ്സിലായോ? ഇറങ്ങുമ്പോൾ അതേപോലെ വെക്കാൻ പറ്റത്തില്ല. കണ്ടോ? ഇറങ്ങുമ്പം ഇങ്ങനെ കടിച്ച് സ്ലിപ്പായും പോകത്തുള്ളൂ. മനസ്സിലായോ? അത് ഇറങ്ങി വരുമ്പോഴേ ഞാൻ കാണിച്ചില്ലയോ, ഇതേപോലെ ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ ഇറങ്ങാം കേട്ടോ. കാല് വെച്ചാണ്ടോ ഇതേപോലെ ഇറങ്ങാവും. കാര്യം ഇതിങ്ങനെ പിടിക്കാനുള്ളൊരു ഭാഗമുണ്ട്. പിടിച്ചിറങ്ങണം. ഈ സൈഡില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ. ഇതാണ് ഇവിടുത്തെ ലിഫ്റ്റ്. മാക്സിമം 4 പേഴ്സൺ ഉള്ളി. ഫോറിനേഴ്സ് വിസിറ്റേഴ്സിനെ അവർ ടിക്കറ്റ് കാണിച്ച് മുകളിലോട്ട് കടത്തി വിട്ടിരിക്കുകയാണ്. ഒരു കൊക്ക്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ളൊരു ചെറിയൊരു പാർക്ക് സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കെല്ലാം എൻജോയ് ചെയ്യാൻ. ഇതവിടെ ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കാണുന്ന ആ ബിൽഡിംഗ് ആയിട്ടില്ലേ, ബിൽഡിങ്ങിൽ ആ കാണുന്നത് ടോയ്ലറ്റാണ് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാം. നേരെ താഴെ എന്നുള്ള വിഷയമുണ്ട്.
എന്നാ ഉയരാണെന്നത്. ഈ കളർ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വാഷ്റൂമാണ്, പക്ഷേ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് നാളായി തോന്നിയത് ഓപ്പൺ ചെയ്തിട്ട്. എനിക്ക് കണ്ടിടങ്ങനെ തോന്നുന്നു. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിമുട്ട് കുറച്ചും കൂടെ ഒന്ന് ബലപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പാണ്ട് ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു 6 മാസം പിടിക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ വർക്കെല്ലാം തീരുമ്പോഴേ 6 മാസമൊന്നുമല്ല, അതേക്കാലം മേല് പോകും. അതിൻ്റെ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ അകത്ത് വന്ന് കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ അടുക്കുന്ന ടെട്രാപോഡുകൾ, പാറകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ബീച്ചിൻ്റെ അടുത്തൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെല്ലാം ഇങ്ങനെ കൊണ്ടുവരണം. ഒരു വലിയൊരു ക്രെയിൻ ഇങ്ങോട്ട് വരാനുണ്ട് കേട്ടോ. ആ ക്രെയിൻ, അതായത് ഇവിടെ വളവ് ഇങ്ങോട്ട് തിരിയുന്ന എന്തോ പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം വളരെ സ്ലോവിലേ ഇതിൻ്റെ വർക്ക് നടക്കാൻ സാധ്യതയുള്ളൂ. ഒപ്പം തന്നെ ഇതിനകത്ത് കുറച്ച് റിനോവേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കും. ഇവിടെ സെക്യൂരിറ്റിയോട് ഞാനിപ്പം പറഞ്ഞപ്പോഴേ പുള്ളിക്കാരനായി കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പാറകൾ അവിടെ ഇരുത്തുന്നുണ്ട് താഴോട്ടെ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഉയരം കൂട്ടാനും കുറേയും കൂടെ ബലപ്പെടുത്തുവാണ് നമ്മുടെ പുലിമുട്ടിനെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ഇനിയൊരു പോർഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ വിഷ്വൽ കാണാൻ നല്ല അടിപൊളിയാണ്. നല്ല പച്ചപ്പും ഹരിതാപവും കാര്യങ്ങളും. പക്ഷേ ഇവിടെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ ട്രാജഡിയാണ് കേട്ടോ. അതായത് സകല വേസ്റ്റ് ഇവിടെ കൊണ്ടാണ് തട്ടുന്നത്. കണ്ടോ, ഈ കിടക്കുന്നത് മൊത്തം വേസ്റ്റാണ്. ഇജാതി സംഭവം. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് വലിയ അവസ്ഥയാണ് പറയേണ്ട കാര്യമില്ല. ഓക്കെ, കംപ്ലീറ്റ് വേസ്റ്റുകളൊക്കെയാണ്. പക്ഷെ ഇവിടെ കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല വൈബ് ഒരു പ്ലേസ് ആണ്. നല്ല രസമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ ഇവിടെ ഈ വേസ്റ്റും കാര്യങ്ങളും സകല പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ് കേട്ടോ. മുൻപേ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ഞാനിവിടെ വന്നായിരുന്നു. ഇവിടെ വന്നിട്ട് ഇതുവഴി നടന്ന് കയറിപ്പോയായിരുന്നു. ഇപ്പം ഈ വേലിയേറ്റ സമയം എൻ്റെ പേരാണ് തോന്നുന്നു കേട്ടോ. കടലിൽ പോകുന്നത് മണ്ണെണ്ണ കൊണ്ടുവച്ചു. നമ്മൾ ലൈറ്റ് ഹൗസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ വീണ്ടും നമ്മുടെ തങ്കശ്ശേരി കോട്ടയുടെ തൊട്ട് ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അവശേഷിക്കുന്ന തങ്കശ്ശേരി കോട്ട എന്ന് പറയുന്നത്. ഇതിന് സെൻറ് തോമസ് കോട്ട എന്നും ഇതിന് പറയപ്പെടുന്നുണ്ട്. ഈ ഒരു കോട്ട നിർമ്മിച്ചതേ, അതായത് 1519 പോർച്ചുഗീസുകാർ ഈ ഒരു കോട്ട നിർമ്മിക്കുന്നത്. ഇത് പിന്നീട് 1659 ഡച്ചുകാർ ഈ ഒരു കോട്ട പിടിച്ചടക്കി. അത് പിന്നീട് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പോർച്ചുഗീസുകാർ വീണ്ടും തിരിച്ചു പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് 1661 ഡച്ചുകാർ വീണ്ടും മൊത്തത്തിൽ പിടിച്ചെടുത്തു. പിന്നീട് 1795 ഈ ഡച്ചുകാർ ഈ കോട്ട നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു എന്നാണ്. അപ്പോഴത്തേക്കും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി നമ്മുടെ ഈ പ്രദേശം, ഇന്ത്യയൊക്കെ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന കോട്ട എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളെങ്കിലും പഴയ കോട്ടയുടെ വെറും ഒരു അവശിഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പം കോട്ടയുടെ 95% ബഹുഭൂരിപക്ഷവും തകർന്നു പോയിട്ടുണ്ട്. ഈ കോട്ടയ്ക്ക് തുടക്കത്തിൽ ആരംഭത്തിൽ ഇതിന് ഏകദേശം 3 ഗോപുരങ്ങളുണ്ടായിരുന്നു പറയുന്നത്. 3 ഗോപുരങ്ങളും പിന്നെ 4 കൊത്തളങ്ങൾ എന്ന് പറയുമ്പോൾ ആയുധങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ആയുധങ്ങൾ സൂക്ഷിക്കുക, പീരങ്കി, വെടിമരുന്നുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. പിന്നെ കടലിൽ നിന്ന് വരുന്ന ശത്രുസൈന്യങ്ങളെ, കടലിനെയൊക്കെ വീക്ഷിക്കുന്ന ഒരു ഭാഗങ്ങൾ കൊത്തളം എന്ന് പറയത്തില്ലേ. അപ്പോൾ കൊത്തളങ്ങൾ അങ്ങനെയൊക്കെയാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവശേഷിപ്പ് മാത്രമാണ് നമ്മളിപ്പം കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കടലിൽ അഭിമുഖമായിട്ടായിരുന്നു ഇതിൻ്റെ കവാടമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന്
ഈ ഭാഗത്ത് ഒരു കപ്പൽച്ചാൽ ഏകദേശം 700 മീറ്റർ ഉള്ളിലോട്ട് അങ്ങോട്ട് ഉണ്ടായിരുന്നു പറയുമ്പോൾ. അത് ബഹുഭൂരിപക്ഷ ഭാഗങ്ങളും മൊത്തം ഈ അവിടുത്തെ കയ്യേറ്റം മൂലം ആ ഒരു കനാല് കംപ്ലീറ്റ് മറഞ്ഞു പോയിട്ടുണ്ട്. അതായത് ഈ കടലിൽ നിന്ന് എന്താണ് ചരക്കുകളും കാര്യങ്ങളൊക്കെ അതുവഴി അങ്ങോട്ട് അകത്തോട്ടാണ് കയറിക്കൊണ്ടിരുന്നത്. അകത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ച ഒരു കനാലുണ്ടായിരുന്നു. അത് അവരെ പോർച്ചുഗീസുകാരോ ഡച്ചുകാരങ്ങോട്ട് പണിഞ്ഞ ഒരു നിർമ്മിച്ച ഒരു കനാലായിരുന്നു. അതെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ എന്തുവായാലും തങ്കശ്ശേരി കോട്ട അല്ലെങ്കിൽ സെൻറ് തോമസ് ഫോർട്ട് എന്ന് പറയുന്നതിൻ്റെ വെറൊരു അവശിഷ്ടം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിപ്പം നമ്മുടെ പുരാവസ്തു വകുപ്പ് ഇതിപ്പം സംരക്ഷിക്കുന്നുണ്ട്. അവരുടെ സംരക്ഷണയിലാണ് ഇപ്പം ഈ ഒരു ഫോർട്ട് ഉള്ളത്. മനസ്സിലായോ? അപ്പം ഇത്രയേ ഉള്ളൂ. പൗരാണികമായ ചില കാര്യങ്ങളുടെ അവശേഷിപ്പാണ് നമുക്കിപ്പം കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഇത്രത്തോളം ഒരു പുൽത്തടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ടൂറിസം വകുപ്പൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനും വേണ്ട ഒരു മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് വലിയ വിഷയമാണ്. ഇവിടെ നിന്ന് ആ കോട്ടയുടെ ഒരു വിഷയം ഉണ്ടോ, ഒരു ലോങ് വ്യൂ. കോട്ട പഴയ രീതി തന്നെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ, നമ്മുടെ ഈ കണ്ണൂർ കോട്ട എന്നൊക്കെ പറഞ്ഞതിലൂടെ അതേപോലെ ബേക്കൽ കോട്ടയില്ലേ, ആ ബേക്കൽ കോട്ട പോലെ ഈ കോട്ട പഴയതുപോലെ നിലനിന്നിരുന്നെങ്കിൽ കാണാൻ എന്ത് ഭംഗിയായേനെ. ഈ വെള്ളം കടലിലേക്ക് ഇറക്കുകയാണ്. കടലിലേക്ക് കയറ്റുവാണല്ലോ. കടലിൽ വെള്ളത്തിൽ നിന്ന് കരയ്ക്കോട്ട് കയറ്റി വെക്കുകയാണ് കേട്ടോ. ഒരു വെള്ളം വീശിയടിച്ച് പോയി കേട്ടോ. ഈ വെള്ളം പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഈ വെള്ളം പോകാൻ വേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. മണ്ണെണ്ണയൊക്കെ ഒഴിച്ച്, അതായത് ആ എൻജിനിലേ മണ്ണെണ്ണ ഒഴിച്ച് അത് പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദിവ്യകാരുണ്യം വെള്ളത്തിൻ്റെ പേരാണ്. വേളാങ്കണ്ണി മാത മറ്റൊരു വള്ളത്തിൻ്റെ പേര്. ഞാനും തള്ളാം. ഈ ബോട്ടൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം പോകുന്ന ബോട്ടുകൾ ഏകദേശം 7-8-9 മണിയാകുമ്പോഴേക്കും ഇവിടെ വരും. അതായത് വാടി കടപ്പുറമില്ല, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ട വാടി കടപ്പുറത്ത് വന്ന് അവിടെയാണ് വെള്ളമൊക്കെ വരുന്നത്. അതായത് ഹാർബറിൽ വാടി. അപ്പോൾ ഈ വെള്ളം ഈ കിടക്കുന്ന വെള്ളം അത് എന്താണ്, അത് നമ്മുടെ കോവിൽത്തോട്ടം ചെറിയഴിക്കൽ ആ സൈഡിലേക്കാണ് ഇപ്പം പോകുന്നത്. ഞാനിപ്പോൾ ചോദിച്ചപ്പം പറഞ്ഞതാണ്. ഇവർ ഈ വെള്ളമൊന്നും ഇതിലേക്ക് പോകത്തില്ല, ഉൾക്കടലിലേക്ക് പോകില്ല. ഒരു നിശ്ചിത അകലത്ത് വരെ പോവുള്ളൂ. അപ്പോൾ അതായത് ഒരു 8 മണി ആകുമ്പോൾ തിരിച്ച് വരാനുള്ളതാണ്. അതായത് ഹാർബറിൽ അടുപ്പിക്കേണ്ടതാണ്. നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ വീഡിയോ വ്ലോഗും കാര്യങ്ങളൊക്കെ തീർന്നേ. നമുക്കിനി ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.